ഹലോ മക്കളെ, എല്ലാവർക്കും ഇന്ന് നല്ലൊരു സൺഡേ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം പതിവ് പോലെ തന്നെ നമ്മുടെ രാവിലത്തെ ജോലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാനാണ്. അപ്പം മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് തന്നെ ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് അപ്പം ചുട്ടെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒഴിച്ച് ചുറ്റിച്ചിട്ട് അടച്ചു വെക്കാൻ നേരമാണ് കേട്ടോ. മോൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ വെളിയിലൊരു വണ്ടി വന്നിരിക്കുന്നു, അതെന്താണെന്ന് നോക്കാൻ വായുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റത്തിറങ്ങി പോയി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഹിറ്റാച്ചി ആയിരുന്നു കേട്ടോ. അത് ആളെന്നോട് ക്രെയിൻ വന്നു എന്നാ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് അത് ഹിറ്റാച്ചി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കറിയില്ലല്ലോ. അങ്ങനെ അവൾ വണ്ടി ഇങ്ങനെ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇതിങ്ങനെ കയറ്റുന്ന ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു കേട്ടോ. അങ്ങനെ അവളിങ്ങനെ നോക്കുകയാണെങ്കിൽ മാമന്മാർ അവിടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കുറേ നേരം നോക്കി നിന്നു. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കായിരുന്നേ. അപ്പം നമ്മുടെ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് TV ഒക്കെ കണ്ടോണ്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ മോള് മൊബൈലിൽ നോക്കിയിട്ട് ഓരോ ഗോഷ്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് തന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ മീൻ നന്നാക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് നല്ല നെയ്ച്ചാള കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അത് കറിയും വെക്കണം, വറക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കപ്പയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുളകും പുളിയാണ് മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലകൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ച് മീൻകറി വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുളക് പൊടി ചവയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വറുത്തിട്ട് വെക്കുന്നതായിരിക്കും മുളകും പുളിയും കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത്. അപ്പം ഞാൻ അതൊക്കെ ചൂടാക്കി ഒന്ന് വെച്ചതിന് ശേഷം മുളക് പൊട്ടിച്ചിട്ട് നമ്മുടെ മീനും കൂടെ അരപ്പ് തേച്ച് വറക്കാനായിട്ട് അങ്ങ് വെച്ചു കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻകറിക്കുള്ള അരപ്പും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ പെട്ടെന്ന് പറക്കിയിട്ടതിന് ശേഷം മീൻകറിയുടെ അരപ്പ് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് മീനും കൂടെ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സൈഡിലൊരു കുഞ്ഞു മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കപ്പ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ചീനി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചു. പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ചോറ് കഴിച്ചു. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ ബൈ, സീ യു.